അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഗൈസ്. ആസാംഗറിലാണ് ഗൈസ് നമ്മള്. എല്ലാവർക്കും മിസ്സല്ലാതെ ദുബായിക്ക് പോകണമെങ്കിൽ ഇതാ UP-യിലെ ആസാംഗർക്ക് വന്നാൽ മതി. ഇവിടെ ഒരു മിനി ദുബായ് തന്നെ ഉണ്ട്. അവിടേക്കാണ് ഗൈസ് നമ്മളിപ്പോ പോകാൻ പോണത്. അവിടെ എന്താണ് പോലും ദുബായ്. ഒരു മിസ്സല്ലാതെ ദുബായിക്ക് പോകണമെങ്കിൽ ഇതാ UP-യിലെ ആസാംഗർക്ക് വന്നാൽ മതി. ഇവിടെ ഒരു മിനി ദുബായ് തന്നെ ഉണ്ട്. അവിടേക്കാണ് ഗൈസ് നമ്മളിപ്പോ പോകാൻ പോണത്. അവിടെ എന്താണ് പോലും ദുബായ്. ഇപ്പൊ ഗൈസ് ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ ഈ ബർത്ത്ഡേയിൽ വന്ന് ഞങ്ങൾ മിനി ദുബായിൽ എന്താ പറയാ ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ മിനി ദുബായ്ക്കുള്ള യാത്ര തുടങ്ങി ഗൈസ്. അപ്പോൾ അവിടേക്ക് ഇവിടുന്ന് അത്ര ഒന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ. ഞങ്ങൾ ഇപ്പം എൻ്റെ ഫ്രണ്ട് അവിടുത്തെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ നോക്കിയത് കേട്ടോ. അയാൾ പറഞ്ഞു ഇത് അടുത്താണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോവാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തി കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിനി ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാൻ പോവാണ് ഗൈസ്. അതെ ഗൈസ്, അവിടെ ഷവർമ ഹൗസ് എന്ന് പറഞ്ഞിട്ട് QFS റെസ്റ്റോറൻറ്റ് ആൻഡ് ഷവർമ ഞങ്ങൾക്ക് വേണ്ട. ഇതിന്റെ കാലാ ജാമുന അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെ ഒരു പീഡിയ കണ്ട് ഗൈസ്. അപ്പൊ എല്ലാത്തിനും നമ്മള് ഓരോ KG നമ്മൾ വാങ്ങാൻ KG പിന്നെ ഓരോ പീസ് ആയിക്കാണ്ട് എന്ത് ജിലേബി പോയി നോക്കേ. UP-യിലെ ഞങ്ങളുടെ ഷോപ്പിംഗ് ആണ്. ലോക്കൽ മാർക്കറ്റ് ഏരിയത്തെ ഷോപ്പിംഗ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഇനി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പറഞ്ഞിട്ടില്ല. അപ്പൊ ഗൈസ് ഞങ്ങള് കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങി. ഇത് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ ഇനി വീഡിയോയിൽ സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ആദ്യം പിന്നെ എപ്പോഴും നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു ഗൈസ്. ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കുടുക്കിയിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ആയൊരു ബിരിയാണി കണ്ടു. അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു ഗൈസ്. അത് കഴിച്ചിങ്ങനെ പോയപ്പോഴാണ് ഞങ്ങളിവിടെ ഒരു കല്യാണമാണോന്ന് അറിയില്ല, റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഒരു DJ നടത്തി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മളെല്ലാം ലക്ഷ്യം എന്താ വെച്ചാൽ ഗോരഖ്പൂറാണ്. അവിടേക്ക് പോകാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ അതാ അവിടേക്കുള്ള യാത്രയിലാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വഴി തെറ്റിച്ചൊക്കെ വിട്ടീനു. അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ഗൈസ് ആ വഴി തെറ്റിച്ചേ. ഏതോ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയത് കേട്ടോ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അപ്പുറത്ത് ഹൈവേ കണ്ടു. അപ്പോൾ ഞങ്ങൾ വേഗം അവിടേക്ക് ഒരു വഴി കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഹൈവേമൊക്കെ കയറി കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴാണിത് ഗൂഗിൾ മാപ്പ് ചതിച്ചതാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ എത്ര പോയിട്ട് എത്തുന്നില്ല. പോരാത്തതിന് അപ്പുറത്ത് ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് പോകുന്നതനുസരിച്ച് അവിടെ ഞങ്ങളൊരു ഹൈവേൻ്റെ വലിയൊരു ഹൈവേയും കണ്ടു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഗൂഗിൾ മാപ്പ് ചതിച്ചു. അപ്പൊ ഗൈസ് ഞങ്ങൾ ഗോരഖ്പൂർക്ക് എത്താൻ പോകണുള്ളൂ ഗൈസ്. ഇവിടെ മഴയൊക്കെ പെയ്യുണ്ട് ഗൈസ്. ഇവിടെ മഴ കാണൂല, അവിടെ മഴ കാണൂ ഗൈസ്. അപ്പൊ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പടി കഴിഞ്ഞ എക്സ്പ്രസ് ഗൂഗിൾ മാപ്പ് അവളെ ചതിച്ചുകാണ്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടു. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഗൈസ് നമ്മൾ ഗോരഖ്പൂർ എത്താനായി. അതെന്നെ ചേച്ചി ഞാൻ പറഞ്ഞു.
കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മളവിടെ എത്തും ഗൈസ്. നമ്മള് ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് ഗൈസ്. ഗോരഖ്പൂർ ആണ്. ഉത്തർപ്രദേശ് ഗോരഖ്പൂരിൽ എത്തി. ഇനി ഇതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. ഇനി ഇത് നേരെ ഞങ്ങൾ ഓല വീട്ടിലേക്ക് പോവാണ്. ആരെ വീട്ടിക്ക്? സർപ്രൈസ് ആണ് ഗൈസ്. അതാണ് സർപ്രൈസ്. ഇപ്പൊ തന്നെ പറഞ്ഞു. പൊളിക്കാം. ഞങ്ങൾ സർപ്രൈസ് പൊളിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളെ ബാംഗ്ലൂര് ഞങ്ങളെ വീടിന്റെ അടിയിലത്തെ ഞങ്ങളെ സേഡ്ജിന്റെ ഗാവു ആണിത്. ഗാവു പറഞ്ഞ ഓല നാട്, ഓല വില്ലേജ്. അപ്പൊ ഞങ്ങൾ ആ കല്യാണത്തിന് കൂടാനാണ് വന്നിരിക്കുന്നത്. ഓല പക്ക UP കല്യാണം, ഭോജ്പൂരി കല്യാണം, അത് കൂടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഓല നാട്ടില് ഓല പക്ക വില്ലേജിലെത്തി ഗോരഖ്പൂരില്. ഇനി ഗോരഖ്പൂർ ഇപ്പോൾ അവിടെ ഉള്ളൊരു വേറൊരു സ്ഥലം, ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സ്ഥലം ഉണ്ടാവുമല്ലോ, ആ ചെറിയ സ്ഥലത്തേക്കാണ് ഓല നാട്ടിക്ക് പക്ക നാട്ടിലേക്കാണ് ഇനി ഞങ്ങൾ പോകാൻ പോകണം. ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പം ഇനി അവിടുന്ന് കാണാം. അപ്പോൾ ഗൈസ് നമ്മളവിടെ ഏകദേശം എത്താനായിട്ടോ. അപ്പോൾ ഇമ്മവിടെ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഗൈസ് അവിടെ എത്താൻ വേണ്ടി. കാരണം ആൻറ്റിജിനെ കണ്ടിട്ട് തന്നെ കുറേ കാലമായിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. അവിടെയാണ് വീട്. ഞങ്ങളിപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. കയറിയ വണ്ടിയിലെ ഞങ്ങളെ പറഞ്ഞേച്ച ഞങ്ങള് പൂർ മൊത്തം നല്ല വെയിറ്റ് ഉണ്ട്. മേത്തൊക്കെ എടുക്കുക നല്ല. ഇപ്പം ഗോരഖ്പൂർ മൊത്തം ഫേമസ് ആണ് ഗൈസ്. ഞങ്ങളെ ഓരോ ടീംസിന് ഭയങ്കര സുഖവും കണ്ടുപിടിക്കും. पराठा पराठा लगा चार्जर लगा दो. आलू पराठा. അപ്പോൾ ഗൈസ് നമ്മളെ ആൻറ്റിജി ഇവിടെ നമുക്ക് ആലു പൊറാട്ടയൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾ കുറേ ആലു പൊറാട്ട കഴിച്ചു കേട്ടോ. നല്ല റിയൽ ആലു പൊറാട്ടയാണിത്. അപ്പോൾ അത് ആൻറ്റിജി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കണത്. എന്താ പറയുക, അതിൻ്റെ കുട്ടികളോട്. അതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു നമ്മളെ ബാംഗ്ലൂരിലാട്ടോ ഒരു കുട്ടി. അപ്പോൾ അതിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവർ നിലത്തിരുന്ന് കാണാട്ടോ ഫുഡ് ഉണ്ടാക്കുക. അവിടെ തിണ്ടൊക്കെയുണ്ട്, പക്ഷെ എന്നാലും ഓൾക്ക് അവിടെ ഇരിക്കണ ഇഷ്ടം. ഓൾക്ക് അതാണ് ഒരു കംഫർട്ടബിൾ എന്നാണ് ഓല് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഉത്തർപ്രദേശ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.